അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 5ലെ തജ്വീദ് വിഷയത്തിൽ നിന്നും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്നതും അതുപോലെ വരാൻ സാധ്യതയുമുള്ള ചോദ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തജ്വീദിൻ്റെ എല്ലാ വിഷയങ്ങളിൽ നിന്നും എടുത്ത ക്വിസ് ചോദ്യങ്ങളുണ്ട്. അത് ഇതുവരെയും ലഭിക്കാത്തവരുണ്ടെങ്കിൽ താഴെ ക്വിസ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. മുകളിൽ നിന്ന് താഴോട്ട് യോജിച്ച വരിയുമായി മനസ്സിലാക്കി താഴേക്ക് എഴുതിയെടുക്കുക. 1. ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം എന്താകും? ബാത്തിലാകും അല്ലേ? മുകളിൽ നിന്ന് താഴോട്ട് എടുത്തെഴുതാം. 2. സജദയുടെ ആയത്തുകൾ ഉള്ളത്. സജദയുടെ ആയത്തുകൾ ഉള്ളത് യോജിച്ച ഏതാണ്? 14 സ്ഥലങ്ങളിലാണ് സജദയുടെ ആയത്തുകളുള്ളത്. 3. വഖഫ് മുജവ്വസ് അതിൻ്റെ ഉദ്ദേശം എന്താണ്? വഖഫ് മുജവ്വസ് പറഞ്ഞാൽ എന്താ? ചേർത്തി ഓതലാണ് നല്ലത്. ഇതാണ്. ഇനി 4. വഖഫ് മുത്തലഖ് ഏതാണ്? വഖഫ് ചെയ്യലാണ് നല്ലത്. വഖഫ് ചെയ്യലാണ് നല്ലത്. ഇനി അടുത്തത് 5. റഅ്സുൽ ആയ എന്താണ്? അതിൻ്റെ ഉദ്ദേശം റഅ്സുൽ ആയ, അതിൻ്റെ ചിഹ്നം കാണുമ്പോൾ ഉദ്ദേശം റഅ്സുൽ ആയ ആയത്ത് അവസാനിച്ചിരിക്കുന്നു. ഇനി 6. തിലാവത്തിൻ്റെ സുജൂദ് അത്യധികം വേദനിപ്പിക്കും. ആരെ? ഇബിലീസിനെ അത്യധികം വേദനിപ്പിക്കും. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ഓരോ വരിയും മുഴുവനായി പൂർത്തിയാക്കുക. 1. വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യേണ്ടുന്ന അക്ഷരത്തിന് ഡാഷ് എന്താ ചെയ്യേണ്ടത്? സുക്കൂൻ ചെയ്യണം. വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യേണ്ട അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. 2. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഡാഷ് എന്താ പറയുക? ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. 3. അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തി ഡാഷ് അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തി കിറാമിൽ ബററ. ഇനി 4. അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ഡാഷ് പൊളിഞ്ഞ വീട് പോലെയാണ്. 5. 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഡാഷ് ഹർഫുകളുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1. ചോദ്യം ഇതാണ്: നിസ്കാരത്തിൽ സുജൂദ് തിലാവയുടെ രൂപം എങ്ങനെയാണ്? നിസ്കാരത്തിലാണ് നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യേണ്ട രൂപം എന്ത് ചെയ്താൽ മതി? നിസ്കാരത്തിലാണെങ്കിൽ തത്സമയം ഒരു സുജൂദ് ചെയ്താൽ മതി. പ്രത്യേക നിയ്യത്തൊന്നും വേണ്ട. ഇനി നിസ്കാരത്തിലല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് പാഠഭാഗത്തിൻ്റെ പറയുന്നുണ്ട്, മനസ്സിലാക്കി പഠിക്കട്ടോ. 2. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ ചൊല്ലണം എന്ത്? തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പകരം നിൽക്കുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ചൊല്ലണം. ആ ദിക്ർ ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 3. അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാനുള്ള മാർഗമെന്ത്? അർത്ഥം അറിയാത്ത ആളുകളാണെങ്കിൽ ഖുർആനിൽ എവിടെയാണ് വഖഫ് ചെയ്യുക? അതിനുള്ള മാർഗം എന്താ?
അതിന് പ്രത്യേകമായിട്ട് അടയാളങ്ങൾ നോക്കി വഖഫ് ചെയ്യുക അല്ലേ. ഖുർആനിൽ അതിന് പ്രത്യേക സ്ഥലം കൊടുത്തിട്ടുണ്ട്, ചില ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്, അടയാളങ്ങൾ. അത് നോക്കി വഖഫ് ചെയ്യുക. അൽ വഖഫ് എന്നുള്ള പാഠത്തു നിന്നാണ് അധികം ചോദ്യങ്ങൾ വരാറ്. ഇനി ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. പൊതുവെ അൽ വഖഫ് എന്നുള്ള പാഠത്തു നിന്നാണ് വരൽ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള പാഠത്തു നിന്നും കൂടുതലായിട്ട് വരലുണ്ട് ചിഹ്നങ്ങൾ. പിന്നെ 4, ഹംസത്തുൽ വസ്ൽ ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോൾ? ഹംസത്തുൽ വസ്ൽ ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോഴാണ്? ചേർത്തി ഓതുമ്പോഴാണ്. ചേർത്തി ഓതുമ്പോൾ വസ്ലിൻ്റെ ഹംസനെ നമ്മൾ ഉച്ചരിക്കാറില്ല. അടുത്ത ചോദ്യം, ഹാ ഉത്ത് ഇനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? ഹാ ഉത്ത് ഇനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? ചേർത്തി ഓതുമ്പോൾ ത ആയിട്ട് ഉച്ചരിക്കണം. ഇനി വഖഫ് ചെയ്യുകയാണെങ്കിലോ ഹ ആയിട്ട് വഖഫ് ചെയ്യുക. അടുത്തത് വ്യക്തമാക്കാം എന്നുള്ള പ്രവർത്തനം. ചോദ്യം 1, വഖഫ്. എന്താണ് വഖഫ്? ഉത്തരം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. 2, സക്ത. എന്താണ് സക്ത എന്ന് ഉത്തരം എഴുതണം. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് സക്ത എന്ന് പറയുന്നത്. 3, കൽക്കലത്തിൻ്റെ ഹറഫുകൾ. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എഴുതുക. ഖുതുബ്, ജദ്, ഖാഫ്, ത്വാ, ബ, ജീം, ബ, ദാൽ. ഈ അക്ഷരങ്ങളെ കൂട്ടിയിട്ട് പറയുന്നതാണ് ഖുതുബ് ജദ്. ഖാഫ്, ത്വാ, അതുപോലെ ബ, പിന്നെയോ ജീം, ബ പറഞ്ഞല്ലോ, ദാൽ, ഖുതുബ് ജദ്. ഖുതുബ് ജദ് ഉണ്ടോ? ഈ അക്ഷരങ്ങളാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ. ഇനി അടുത്തത്, പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകളിൽ നിന്ന് 2 എണ്ണം. പതിവായി ഓതൽ സൂറത്തുകളുണ്ട്, ആയത്തുകളുണ്ട്. ചിലപ്പോൾ വേറെ ചോദിക്കും. ആയത്തുകളാണെങ്കിൽ ആയത്തുൽ കുർസി, അതുപോലെ ആമന റസൂൽ, വേറെ ലൗ അൻസൽന. ഈ 3 ആയത്തുകളും പതിവായി ഓതൽ സുന്നത്താണ്. സൂറത്തുകൾ പ്രത്യേകം പഠിച്ചു വെക്കണം. ഇനി ചോദ്യം 5, വറത്തിലിൽ ഖുർആന തർത്തീലൻ എന്നതിന് അലി റളിയല്ലാഹു പറഞ്ഞ അർത്ഥം എന്താണ്? വറത്തിലിൽ ഖുർആന തർത്തീലൻ എന്ന ആയത്തിന് അലി റളിയല്ലാഹു പറഞ്ഞത് അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ്. ഇനി അടുത്ത പ്രവർത്തനം ഉദാഹരണം എഴുതാമെന്നുള്ളതാണ്. 1, സക്ത. എന്തിനാണ് സക്ത എന്ന് പറയാം? ഉത്തരം, സക്ത എന്നല്ല, സക്ത ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നിന്ന് 1. 4 സ്ഥലങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലം എഴുതുക. ഏതാണ്? അൽ കഹ്ഫ് സൂറത്തിൽ കാണാം. അൽ കഹ്ഫിൽ വലം യജ്അൽ ലഹു ഇവജൻ ഖയ്യിമൻ ലിയൻദറ ബഅസൻ ശദീദ. അൽ കഹ്ഫ് സൂറത്തിൽ 1-ാമത്തെ ആയത്തിൽ തന്നെയാണ് അതുള്ളത്. 2, നീട്ടി ഓതേണ്ട ഹ ഉൽ ലമീറിന് നീട്ടി ഓതൽ. ഉദാഹരണത്തിന് ലഹു മാഫിസ് സമാവാതി എന്നുള്ളത് ഓതുന്നുണ്ട്. അതുപോലെ വബിഹി യസ്തഅജിലൂൻ എന്നുള്ളതിലും നീട്ടിയിട്ടാണ് ഹ ഓതുന്നത്. ഈ 2 സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഹഇൻ്റെ മുമ്പിലും ശേഷവും സുക്കൂൻ വന്നതിന്, മുമ്പ് സുക്കൂൻ വന്നതിന്, അതിൻ്റെ ശേഷം സുക്കൂൻ വന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി ഉദാഹരണങ്ങൾ ചോദിക്കാം. അതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.